നമ്മുടെ സാധാരണ വിശ്വാസികളോ അല്ലെങ്കിൽ പൊതുജനം മാത്രമേ ഇങ്ങനെ ഈ തെറ്റിദ്ധരിച്ച് നിൽക്കുന്നുള്ളൂ. ഈ എറണാകുളത്തെ യഥാർത്ഥ പ്രശ്നം ഈ ആരാധനക്രമവുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളതാണെന്ന് ഉള്ളത്. അത് വെറും ഒരു തെറ്റിദ്ധാരണയാണ്. സഭയുടെ മുകളിലുള്ള ആൾക്കാർക്കും അറിയാം, റോമിലുള്ളവർക്കും അറിയാം, യഥാർത്ഥ പ്രശ്നം ഇതൊന്നുമല്ല. വെറുതെ 15 മിനിറ്റ് അല്ല 20 മിനിറ്റ് കിഴക്കോട്ട് തിരിഞ്ഞ് കുർബാന ചെല്ലുന്നതിലല്ല അവരുടെ പ്രശ്നം. യഥാർത്ഥമായിട്ടുള്ള പ്രശ്നം എറണാകുളം അതിരൂപതയുടെ സമ്പത്തും സ്ഥാപനങ്ങളും ആര് കൺട്രോൾ ചെയ്യും എന്നുള്ളതാണ് യഥാർത്ഥ പ്രശ്നം. അതിൻ്റെ റീസൺ അറിയണമെന്നുണ്ടെങ്കിൽ 40-45 വർഷങ്ങളും പുറകിലേക്ക് പോകണം. പാറേക്കാട്ടിൽ പിതാവ് ഇവരുടെ മാനസഗുരു പിന്നെ റോം നിർബന്ധിച്ച് രാജിവെപ്പിച്ച് താഴെ ഇറക്കിയതിന് ശേഷം പിന്നീട് വരുന്നത് ആൻ്റണി പടിയേറ എന്ന് പറയുന്ന ചങ്ങനാശ്ശേരി വൈദികൻ. അദ്ദേഹം അന്ന് ഊട്ടി ലത്തീൻ രൂപതയുടെ ബിഷപ്പായിരുന്ന ആളെയാണ് എറണാകുളത്തിൻ്റെ ആർച്ച് ബിഷപ്പായിട്ട് റോം കൊണ്ടുവന്ന് വെച്ചത്. അദ്ദേഹം ഒരു സാത്വികനായൊരു വൃദ്ധനായൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തെ ഇവർ ആരും അംഗീകരിച്ചില്ല എന്ന് പറഞ്ഞാൽ ഒരു റബ്ബർ സ്റ്റാമ്പ് പോലെ അദ്ദേഹം അവിടെ പ്രവർത്തിക്കുകയായിരുന്നു. ഒപ്പിടാൻ പറയുന്നിടത്തൊക്കെ ഒപ്പിടും. അപ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിരൂപതയുടെ യഥാർത്ഥ ഭരണം ഒരു പറ്റം സീനിയർ വൈദികരുടെ നേതൃത്വത്തിൽ. അപ്പം കാര്യങ്ങൾ കംപ്ലീറ്റ് നിയന്ത്രിക്കുന്നത് നിങ്ങൾക്കറിയാം. നമ്മുടെ സഭയിൽ ഏറ്റവും റിച്ചായിട്ടുള്ള അതിരൂപതയാണ് എറണാകുളം അതിരൂപത എന്ന് പറയുന്നത്. കോടാനുകോടി സ്വത്തുക്കളും സ്ഥാപനങ്ങൾ, സ്കൂളുകൾ, കോളേജുകൾ, ആശുപത്രികൾ, മറ്റ് സംവിധാനങ്ങൾ, അതുപോലെ തന്നെ മറ്റ് വിദേശ ഫണ്ട് സോഴ്സുകൾ. അപ്പോൾ ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഈ വൈദികരുടെ കൈകളിലേക്ക് വന്നു. മെത്രാൻ അവിടെ യാതൊരു റോളും ഇല്ലാതായി. മെത്രാൻ ഇവർ പറയുന്നിടത്തൊക്കെ ഒപ്പിടുക എന്നുള്ള ആ ഒരു ചെറിയ ചടങ്ങിന് മാത്രമായി. ഇതിന് ശേഷമാണ് നമ്മൾ ഒരു സിനഡൽ സംവിധാനത്തിലേക്ക് വരുന്നത്. നമുക്ക് സൂയി ഈരിസ് ചർച്ചായിട്ട് റോം നമ്മളെ പ്രഖ്യാപിക്കുന്നത്. അതായത് സ്വയം ഭരണാധികാരമായ ഒരു സഭ, ഒരു ഈസ്റ്റേൺ ഓറിയൻ്റൽ ചർച്ച് എന്ന രീതിയിലേക്ക് വരുന്നത്. അപ്പോൾ എന്തു പറ്റി? നമ്മുടെ കത്തോലിക്ക സഭയുടെ തനതായ ഒരു ഭരണ സംവിധാനം പോലെ ഒരു പിരമിഡൽ സ്ട്രക്ചർ അവിടെ വന്നു. അതായത് ഒരു മേജർ ആർച്ച് ബിഷപ്പ്, ആ മേജർ ആർച്ച് ബിഷപ്പ് നേതൃത്വം നൽകുന്ന ഒരു സിനഡ്, ആ സിനഡൽ സംവിധാനത്തിന് താഴെ എല്ലാ രൂപതകളും, ആ രൂപതകൾക്ക് താഴെ എല്ലാ ഫൊറോനകളും, എല്ലാ ഫൊറോനകൾക്ക് താഴെ പള്ളികൾ. നേരത്തെ 1980 കാലഘട്ടം വരെ അങ്ങനെ ആയിരുന്നില്ല. ഓരോ രൂപതയും ഓരോ നാട്ടുരാജ്യങ്ങൾ പോലെയായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഓരോ രൂപതയിലും ഓരോ മെത്രാൻ്റെ ഇഷ്ടം തന്നെയാണ്. അതുപോലെ എറണാകുളത്ത് ഒഴിച്ച് അത് നടന്നില്ല. ആൻ്റണി പടിയേറയ്ക്ക് ശേഷം വർക്കി വിധേയത്തിൽ മെത്രാപ്പോലിത്ത വരുന്നു. വർക്കി വിധേയത്തിൽ മെത്രാപ്പോലിത്ത വരുമ്പോഴും ഇവിടെ സ്ഥിരം പറയുന്ന ചില ആൾക്കാരുണ്ട്, ഈ ആരാധനക്രമം കുത്തിപ്പൊക്കി കൊണ്ടുവന്നത് പൗത്തിൽ പിതാവ് ആണെന്ന്. ശരിക്കും പറഞ്ഞാൽ ചരിത്രം എന്താണെന്ന് മനസ്സിലാക്കിയതോ, ഇവരുടെയൊക്കെ റോമിലിരിക്കുന്നവരൊക്കെ ഇത് വെറും പൊട്ടന്മാരാന്നുള്ള. പൗത്യ പിതാവ് അതിൻ്റെ ഒരു ഉപകരണമായെന്ന് മാത്രമേ ഉള്ളൂ. റോം 1960 തൊട്ട് നിങ്ങൾ നിങ്ങളുടെ ഉറവിടങ്ങളിലേക്ക് തിരിച്ചു പോകുമെന്നാണ് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥമായ പാരമ്പര്യങ്ങൾ തുടരൂ. അതാണ് റോം ഇപ്പോഴും പറയുന്നത്. അതുകൊണ്ടാണ് മാർപ്പാപ്പ ഇപ്പോഴും ഈ സിനഡൽ കുർബാനയിലേക്ക് നിങ്ങൾ എല്ലാവരും ഒന്നിച്ച് വരണമെന്ന് പറയുന്നത്. പൗത്യ പിതാവ് അപ്പോൾ തന്നെ എറണാകുളവും ചങ്ങനാശ്ശേരിയും തമ്മിൽ ഈ ആരാധനാക്രമത്തിൻ്റെ പേരിലും അല്ലാത്ത രീതിയിലുള്ള ചില വടംവലികളുണ്ടായിരുന്നു. പൗത്തിൽ പിതാവിനെ ഒരു തരത്തിലും മെത്രാപ്പോലിത്ത ആക്കാതിരിക്കാനാണ് എറണാകുളത്തു നിന്നുള്ളവർ കളികൾ കളിച്ച് നമ്മുടെ അയൽപ്പക്കത്തുള്ള കാട്ടുമന പിതാവിനെ കൊണ്ടുവന്ന് അതിനിടയ്ക്ക് കാട്ടുമന പിതാവ് മരണപ്പെട്ടു പോകുന്നു. ഇതൊക്കെ ചരിത്രത്തിലുള്ള യാഥാർത്ഥ്യങ്ങളാണ്. വർക്കി വിധേയത്തിൽ എന്ന് പറയുന്ന സന്യാസ വൈദികൻ, റിഡംപ്റ്ററിസ്റ്റ് പ്രീസ്റ്റ് ആയിരുന്നു അദ്ദേഹം.
അദ്ദേഹത്തെ അപ്പം ആർക്കും പരാതി വേണ്ടല്ല, എങ്ങുമില്ലാത്ത ഒരാളെ പിടിച്ച് എറണാകുളത്തിൻ്റെ ആർച്ച് ബിഷപ്പാക്കി. അപ്പോഴും ഈ വൈദികർ അദ്ദേഹത്തെ അംഗീകരിക്കില്ലായിരുന്നു. അദ്ദേഹം പറയുന്നത് അനുസരിക്കില്ല. ഈ സിനഡൽ കുർബാന കൊണ്ടുവന്ന തന്നെ വർക്കി വിധേയത്തിൽ പിതാവാണ്. 50-50 എന്നുള്ള ആ ഫോർമുല, അത് അദ്ദേഹത്തിൻ്റെ രൂപതയെ പോലും ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് ഈ വൈദികർ സമ്മതിച്ചില്ല. പക്ഷേ പറയുമ്പോൾ ഇവർ ആരാധനക്രമത്തിൻ്റെ പേരിൽ ഇങ്ങനെ പറയുന്നതേ ഉള്ളൂ. പക്ഷെ യഥാർത്ഥമായ കാര്യങ്ങൾ മുഴുവനും ഈ സമ്പത്ത് ആര് കൈകാര്യം ചെയ്യും? വർക്കി വിധേയത്തിൽ പിതാവിനെയും ഇതിൻ്റെ രൂപതയുടെ യഥാർത്ഥ ഭരണ കാര്യങ്ങളിൽ ഇടപെടാനായിട്ട് അവർ സമ്മതിച്ചില്ല. വീണ്ടും 2011 ജോർജ് ആലഞ്ചേരി വരുന്നു. അദ്ദേഹം ക്രമേണ സ്ലോലി രൂപതയുടെ നിരന്തരമായ ഭരണകാര്യങ്ങളിലേക്ക് ഇടപെടാൻ തുടങ്ങി. അച്ഛന്മാരുടെ സ്ഥലം മാറ്റങ്ങൾ, അതുപോലെ തന്നെ വലിയ വലിയ സ്ഥാപനങ്ങളുടെ ഡയറക്ടർമാർ അദ്ദേഹത്തോടു കൂടി ആലോചിച്ചിട്ടേ കാര്യങ്ങൾ ചെയ്യാവൂ. ഇതവിടെയാണ് യഥാർത്ഥമായ അകൽച്ച, അവിടെയാണ് ഇവരുടെ പ്രശ്നങ്ങൾ. വരത്തന്മാർ വേണ്ട, ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ തീരുമാനിച്ചു കൊള്ളാം. ആ ഇടുങ്ങിയ അധികാര കൊതിയിൽ നിന്നും ഉടലെടുത്ത പ്രശ്നമാണിത്. അല്ലാതെ ആരാധനക്രമവുമായിട്ട് ഇതിനൊരു വലിയ ബന്ധമൊന്നുമില്ല. അതൊരു പേരിനിങ്ങനെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കൊന്ത നിർത്തും, അല്ലെങ്കിൽ കുരിശിൻ്റെ വഴി നിർത്തും, അതൊക്കെ ഇതിനെ ഇങ്ങനെ വാദിക്കാൻ വേണ്ടി ഇവർ നിരന്തരമായ നുണകളാണ് വർഷങ്ങളായിട്ട്, 40-50 വർഷങ്ങളായിട്ട് ഇങ്ങനെ പടച്ചു വിട്ടുകൊണ്ടിരുന്നത്. ആ കൂട്ടത്തിൽ അടുത്ത കുറേ നുണകൾ കൂടി വരുന്നു, അത്രയേ ഉള്ളൂ.